അറിയണം ഉളുപ്പിട്ട മനുഷ്യങ്ങൾക്ക് എനിക്ക് ഉളുപ്പില്ലേന്ന് ആ പെൺകുട്ടി ചോദിച്ചതുപോലെ ചോദിക്കാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. കാരണം നിന്റെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിനക്ക് ഒരു ഉളുപ്പുമില്ല, നിനക്കൊരു കുറ്റബോധവും ഇല്ല, ഒന്നുമില്ല എന്നുള്ള കാര്യം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ചില്ലറ തൊലിക്കെട്ടിയൊന്നുമല്ല വേണ്ടതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് മനസ്സ് നിറയെ എന്തുമാത്രം നികൃഷ്ടമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നീ കൊണ്ടു കിടക്കുന്നതെന്ന് കൃത്യമായിട്ട് ഊഹിക്കാൻ പറ്റുന്നുണ്ട്. അതിലപ്പുറത്തേക്ക് പാവം തോന്നിപ്പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിൻ്റെ വീട്ടിൽ കുടുംബം, നിനക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ, ഒരു ഭാര്യ ഉണ്ടെങ്കിൽ, ഉമ്മയുണ്ടെങ്കിൽ, മക്കളുമാരുണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ പെൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ സമ്മതിച്ചേ പറ്റൂ. അവർ നിന്നെ നിന്ന് ഇത്രയും കാലം രക്ഷപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതവരുടെ മഹാഭാഗ്യം എന്ന് പറയാനേ ഉള്ളൂ. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഇതുപോലുള്ള ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആണായാലും പെണ്ണായാലും ഇനിയിപ്പോൾ ഈ കാലത്ത് ആണ് പെണ്ണെന്നുള്ള വേർതിരിവൊന്നുമില്ല. ആരെ കിട്ടിക്കഴിഞ്ഞാലും ഈ തരത്തിൽ മറ്റൊരു രീതിയിലേക്ക് മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു കൂട്ടം നികൃഷ്ട ജീവികൾ നമ്മുടെ ഇടയിലുണ്ട്. അത് കുഞ്ഞു മുതൽ വയസ്സായിട്ടുള്ള ആൾക്കാർ വരെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ചിത്രങ്ങൾ കണ്ടുവരെ അല്ലെങ്കിൽ വീഡിയോ കണ്ടുവരെ ആസ്വദിക്കുക, അത് മറിച്ച് വിൽക്കുകയും ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന ഒരു മാഫിയ തന്നെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ലോകത്തിലുണ്ട്. ആ വാർത്തകൾ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ശുചിമുറിയിലോ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ കൃത്യമായിട്ട് ഒന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഇതുപോലുള്ള നാശം പിടിച്ച അവന്മാർ നമുക്ക് ചുറ്റും ഈ പറയുന്ന വലയം വിരിച്ചുകൊണ്ട് ഇരിപ്പുണ്ട് ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല.